ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധിയും ശ്രുതിയും ചന്ദ്രോദയത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് മാറി താമസിക്കാനായിട്ടുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കേട്ട് വാച്ച് ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മീരയും ശ്രുതിയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? മീര പറയുന്നുണ്ട്, ശ്രുതി നീ ഉടനെ തന്നെ എന്തെങ്കിലും പ്ലാനുകൾ കണ്ടുപിടിച്ച് വെച്ചോണം. ആ സച്ചിയും രേവതിയും കൂടിയിട്ട് എന്നാ നിന്നെ കെണിയൊരുക്കി പിടിക്കാന്നറിയില്ല. നീ എന്തായാലും കരുതിയിരുന്നു. ഇപ്പൊ തന്നെ നിന്റെ പേരിൽ ഒരു ലെറ്ററും കൂടിയിട്ട് ശ്രുതിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് നീയാണെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാകുന്നത് വരെ നിനക്ക് ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ആരാണ് ഈ അജ്ഞാത സന്ദേശം അയച്ചതെന്ന് കൂടി മനസ്സിലാവുന്നില്ല. എന്നാൽ എന്തായാലും അത് നമുക്കറിയാം, അത് നിന്നെ ഉദ്ദേശിച്ച് തന്നെയാണെന്ന്. എന്നാൽ നവീൻ ഇപ്പോൾ ജയിലിലാണ്. നവീനാണെന്ന് സംശയിക്കാനില്ല. അപ്പോൾ നിന്നെക്കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ ആരോ ഒരാളാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശ്രുതിക്ക് ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. മീരെ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്നുകൂടെ മനുഷ്യനെ പേടിപ്പിക്കാതെ, അല്ലെങ്കിൽ തന്നെ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ കടം മേടിച്ച് ഞാൻ ആകെ നശിച്ചിരിക്കുക. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാ എന്തൊക്കെ പറഞ്ഞാൽ അവിടെയൊന്നും പിടിച്ചു നിൽക്കാന്ന് പോലും അറിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മീര പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്ത് ശ്രുതി, നിനക്ക് ശ്രുതിയോടെങ്കിലും സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ചുകൂടെ? എന്നായാലും മറ്റൊരാൾ പറഞ്ഞറിയുമ്പോൾ അത് കൂടുതൽ ഇഷ്യൂ ആകും. എന്ന് നീ തന്നെ പറഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു പൊട്ടിത്തെറി ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ശ്രുതിയുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് നീയാണല്ലോ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് നിനക്ക് ആദിയുടെ കാര്യവും ഒന്ന് സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും മീരെ, എല്ലാം അറിഞ്ഞിട്ടും നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? ആദിയുടെ കാര്യം പോയിട്ട് ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചതാണ്, അല്ലെങ്കിൽ അതും വേണ്ട, ഞാൻ മലേഷ്യക്കാരൻ്റെ മകളല്ലെന്ന് കൂടി അറിഞ്ഞാൽ പോലും ഈ ശ്രുതിയും ആൻറ്റിയും ഒന്നും എന്നെ ആ വീട്ടിൽ പോലും വെച്ചോണ്ടിരിക്കില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന സമയമാണിത്. ഈ ജീവിതം വിട്ട് എനിക്ക് ശ്രുതിയെ വിട്ട് മറ്റൊരു ജീവിതം ജീവിക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് പറയാനേ. അപ്പം മീര ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നിന്റെ അമ്മയും ആൻറ്റിയും ഇപ്പൊ അവർ ഒരുപാട് കഷ്ടപ്പെടുകയല്ലേ? ആദി ഈ പ്രായത്തിൽ നിന്റെ കൂടെ വളരേണ്ടതല്ലേ? അതൊക്കെ എനിക്ക് അറിയാം മീരെ. എന്തായാലും ഉടനെ തന്നെ ആദിയെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. അതിന് എനിക്ക് കുറച്ച് സാവകാശം വേണം. എന്തായാലും ആ രേവതിയും സച്ചിയുമുള്ള വീട്ടിലേക്ക് ആദ്യം കൊണ്ടുപോയി താമസിക്കുക എന്നുള്ളത് പറ്റുന്ന കാര്യമല്ല. അപ്പൊ പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതേ മീരെ, എങ്ങനെയെങ്കിലും ശ്രുതിയേയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കണം. ശ്രുതി, നിനക്ക് ഇപ്പോൾ ഉള്ള വരുമാനം വെച്ചിട്ട് ഇനി നീ റെന്റിന് ക്യാഷും കൂടെ കൊടുത്തിട്ട് നിനക്ക് താമസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ ശ്രുതി ഇപ്പോൾ നിനക്ക് കുറെ നഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കി തരുന്നില്ല. പിന്നെ നീ എന്ത് കണ്ടിട്ടായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതല്ല മീരെ, എനിക്കറിയാം. എന്നാലും ഞാനിപ്പോൾ വേറെ കുറെ കാര്യങ്ങളൊക്കെയാ മനസ്സിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതൊക്കെ നടന്നാൽ ഒരു പ്രശ്നവും ഇല്ലാതെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. അപ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, എന്താ നീ പറയുന്നത്? അതൊക്കെ പറയാം. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. അത് സക്സസ് ആവുകയാണെങ്കിൽ ആദ്യം നല്ലൊരു ബോർഡിംഗ് സ്കൂളിലാക്കണം. ഇപ്പോൾ ഉടനെ തന്നെ അവനെ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് മീരയോട് ബായ് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ശ്രുതി ഒരു പ്രശ്നം ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് കേട്ടോ. ശ്രുതി ഇങ്ങനെ സോപ്പിട്ടൊക്കെ ഇട്ടിട്ട് പറയുന്നുണ്ട്, ശ്രുതി, എത്ര നാളെന്ന് വെച്ചിട്ടാ ഈ വീട്ടിൽ നമ്മളിങ്ങനെ അപമാനം സഹിച്ച് ആ സച്ചിയുടെയും രേവതിയുടെയും കളിയാക്കലുകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നത്? നമുക്കും ഒന്ന് സന്തോഷമായിട്ടൊക്കെ ജീവിക്കണ്ടേന്ന് ചോദിക്കണേ. അതെന്താ ശ്രുതി നീ ഇപ്പൊ അങ്ങനെ പറയുന്നത്? സച്ചി ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലല്ലോ, അവൻ അങ്ങനെ തന്നെയാ എന്നും പറഞ്ഞ് ഇതൊന്നും എന്നെ കൊണ്ട് ഒരുപാട് നാളെ കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യ. ഞാൻ അവരുടെ മുമ്പിൽ നാണം കെട്ടും അടുത്തു എന്ന് പറയുകയാണ്. ഓ, നിനക്കിപ്പോ നിങ്ങളുടെ മലേഷ്യയിലെ വീട് പോലെയൊന്നും ഇതത്ര വലുതല്ലെന്നൊക്കെ തോന്നി തുടങ്ങിയോ? അതുകൊണ്ടാണ് ശ്രുതി എന്ന് ചോദിക്കാന്. അതൊന്നും അല്ല, നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി വേണ്ടേ? എന്തായാലും നമുക്ക് മറ്റൊരു വീട് വെച്ചാലോ എന്നൊക്കെ ചോദിക്കാനെ. അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എന്തായി പറയുന്നത്? നമുക്കിപ്പോ ഇവിടെ ചെലവ് കഴിഞ്ഞു കൊടുക്കുന്ന പൈസ തന്നെ കഷ്ടിച്ചാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇനിയിപ്പോ നമ്മൾ എങ്ങനെയാണ് ഒരു വീട് വെക്കുക? ശ്രുതി, അതിപ്പോ നമുക്കൊരു ലോൺ എടുത്തിട്ടാണേലും ചെയ്തുകൂടെ?
എന്നാൽ ശ്രുതി ചോദിക്കുന്നുണ്ട്, നമ്മൾ ലോൺ എടുക്കുന്ന എന്തിനാ? എങ്കിൽ പിന്നെ നിന്റെ മലേഷ്യയിൽ നിന്ന് അച്ഛനോട് പറ, നമുക്കൊരു വീടൊക്കെ വെച്ച് തരാനേ. ഇതുവരെ നമുക്കൊന്നും തന്നിട്ടില്ലല്ലോ. അപ്പോൾ നിന്റെ അച്ഛൻ ഉദ്ദേശിച്ചാലേ ഇതിനേക്കാളും വലിയ വീട് നമുക്ക് വെച്ച് തരാൻ കഴിയല്ലോ എന്നൊക്കെ പറയുകയാണേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അതൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സ്വന്തമായിട്ടുള്ള ഒരു വീട്ടിലെ താമസിക്കുന്നതിന്റെ സന്തോഷം അത് വേറെ തന്നെയാണ്. ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നമുക്കൊരു വീട് വെക്കണ്ടേന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഇല്ല, പിന്നെ എങ്ങനെയാ? ശ്രുതി, നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ ചെറിയ വരുമാനം ഉണ്ടല്ലോ, അപ്പൊ നമുക്കൊരു ലോൺ എടുക്കാം, ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ട് നമുക്ക് പതുക്കെ ഒരു വീടൊക്കെ വെക്കാം എന്ന് പറയാണ്. ശ്രുതി, അതിന് എന്തെങ്കിലുമൊക്കെ ഈട് വെക്കണ്ടേ? ചുമ്മാ അങ്ങോട്ട് ചെന്നാല് അവര് ലോൺ തരില്ലല്ലോ. ഇങ്ങനെ ആധാരോ പട്ടയോ ഒക്കെ വെച്ചാലേ അത്രയും വലിയ ബിഗ് എമൗണ്ട് ഒക്കെ കിട്ടുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി, നമുക്ക് ഈ വീടിന്റെ ആധാരം തൽക്കാലത്തേക്കിനൊന്ന് പണയം വെക്കാനായിട്ട് ചോദിച്ചാലോ? എന്താ ശ്രുതി പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ ഈ വീട്ടില് നാണം കെട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ പോയിട്ട് ആ ആധാരം കൂടെ ചോദിച്ചാൽ, ശ്രുതി അത് ആന്റിയുടെ പേരിലുള്ളതല്ലേ, അപ്പൊ പിന്നെ ആന്റി ശ്രുതി ചോദിച്ചാൽ ഉറപ്പായിട്ടും തരില്ലേ? അല്ല ശ്രുതി, എന്നാലും അത് ശരിയാവും തോന്നുന്നില്ല. ഒരു തവണ അച്ഛനറിയാതെ ചെയ്തതിന് അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിയതാണ്. ഇപ്പൊ എന്റെ രേവതിയുടെ സ്വർണവും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും അമ്മ എൻ്റെ കൂടെ നിന്ന് കൂട്ടുനിന്നിട്ട് അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓരോന്ന് സോൾവ് ചെയ്ത് തന്നെ വരുന്നതല്ലേ ഉള്ളൂ. എന്തായാലും അമ്മ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാനേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ ഒന്ന് മനസ്സ് വെച്ചാല് ആന്റി സമ്മതിക്കും. എന്തായാലും ആന്റിയെ കൊണ്ട് തന്നെ പറയിക്കണ്ട, അങ്കിളിന്റെയും കൂടെ സമ്മതം മേടിച്ചിട്ട് രണ്ടുപേരോടും കൂടി പറ. അത് നമുക്കൊരു വീട് വെക്കാൻ വേണ്ടിയിട്ടല്ലേ, എന്തായാലും അവര് സമ്മതിക്കും എന്ന് പറയണേ. അല്ല ശ്രുതി, എന്തായാലും അത് തരുമെന്ന് തോന്നില്ല. തന്നെയല്ല അതിന് സച്ചി സമ്മതിക്കുകയല്ല. അതിനിപ്പോ സച്ചിയുടെ സമ്മതം ആർക്കാ വേണ്ടത്? ഇപ്പോ ശ്രുതിക്ക് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ അവർക്ക് തരാൻ പറ്റൂ. ശ്രുതിക്ക് ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ? ബാക്കി ലോണൊക്കെ ഞാനും കൂടി അടയ്ക്കാന്നല്ലേ പറഞ്ഞെന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പിണങ്ങിയിരിക്കുകയാണേ. എന്നാ ശ്രുതിക്ക് ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണോന്ന് പോലും അറിയാൻ വയ്യ. ശ്രുതി, നീ എന്നോട് പിണങ്ങല്ലേ, ഞാൻ ഇനി എങ്ങനെയാ അവരോട് പോയിട്ട്? അതെ ശ്രുതി നീ ഒരു കാര്യം മനസ്സിലാക്ക്, ഞാൻ ഇത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ട് നിന്റെ എല്ലാ കാര്യത്തിനും ഞാൻ സോൾവ് ചെയ്ത് തരുന്നില്ലേ? അപ്പോൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യവും ചെയ്യണ്ടേ? ഇതിപ്പോ എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനല്ലല്ലോ. നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ആ വീട്ടില് ഞാനും ശ്രുതിയും മാത്രം, അതെന്ത് സന്തോഷമായിരിക്കും എന്ന് പറയാനേ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ചിന്തിച്ചിട്ട്, അതൊക്കെ നല്ല രസമുണ്ട് ചിന്തിക്കാൻ, എന്നാലും എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ചോദിക്കാൻ വയ്യെങ്കിൽ വേണ്ട, എന്തായാലും എന്റെ വിധി എന്താണെന്നും പറഞ്ഞ് ഞാൻ കഴിഞ്ഞോളാന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പിണങ്ങി കിടക്കുകയാണ്. ഇല്ല ശ്രുതി പിണങ്ങല്ലേ, ഞാൻ എന്തായാലും ചോദിച്ചു നോക്കാം, തരുമെന്ന് തോന്നില്ല. ശ്രുതി എന്തായാലും തരത്തില്ലെന്ന് പറഞ്ഞാല് ശ്രുതിയുടെ ഷെയർ അങ്ങ് ചോദിക്കേ. അപ്പൊ എന്തായാലും അങ്കിളിനും ആന്റിക്കും മറുത്തൊന്നും പറയാൻ കഴിയില്ലല്ലോ. ശ്രുതിയുടെ ഷെയർ കിട്ടുന്നത് വെച്ചിട്ട് നമുക്ക് ചെറിയ തോതിൽ ഒരു വീട് പണിയാം, ബാക്കി പൈസ നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ ഗോൾഡൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറഞ്ഞു ശ്രുതി എങ്ങനെ എരിവ് കയറ്റുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് രവിയാണെങ്കിൽ ഇങ്ങനെ ഹോളിലിരുന്ന് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ ശ്രുതിയാണ് ആദ്യം ചെല്ലുന്നത്. ശ്രുതി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ശ്രുതി ഇങ്ങനെ കണ്ണ് കാണിച്ച് ചോദിക്കുന്ന പറയുകയാണേ. അങ്ങനെ ശ്രുതി ഇങ്ങനെ പമ്മി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ രവി ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് ചോദിക്കാനുള്ളത്? അതച്ഛാ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. നീ സാധാരണ നിന്റെ അമ്മയോടാണല്ലോ കാര്യങ്ങളൊക്കെ പറയാറുള്ളത്, പിന്നെ എന്നോടിപ്പോ എന്ത് പറയാനാ? അതല്ല അച്ഛാ, എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നീ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ? കേക്കട്ടെ, എന്താടാ നിന്റെ പ്രശ്നം? അത് അച്ഛാ, ഞങ്ങളൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു. അത് നല്ല കാര്യമാണല്ലോ. ഇപ്പോ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ഇവിടെ ഇപ്പോ നമുക്ക് എല്ലാവർക്കും താമസിക്കാനായിട്ടുള്ള ഈ വീടുണ്ടല്ലോ, പിന്നെന്തിനാ ഇപ്പോ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതെന്ന് പറയാനേ. എന്നാൽ ശ്രുതി ഇടയിൽ കയറി പറയുന്നുണ്ട്, അങ്കിൾ ഞങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരു വീട് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയാനേ. അപ്പോഴേക്കും രവിക്ക് അങ്ങ് വല്ലാണ്ട് വിഷമമാവുന്നുണ്ട്. കാരണം രവിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ 3 മക്കളും രവിയുടെ കാലശേഷം വരെ 3 പേര് സന്തോഷത്തോടു കൂടി അവരുടെ കൂടെ തന്നെ താമസിക്കണമെന്നുള്ളതായിരുന്നു. എന്നാൽ ശ്രുതിയും കൂടി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ രവി പിന്നീട് എതിർത്തൊന്നും പറയുന്നില്ല കേട്ടോ. എന്തായാലും നിങ്ങളുടെ തീരുമാനങ്ങൾ നടക്കട്ടെ. അല്ല പിന്നെ വീട് വെക്കുന്നതിന് കുറച്ച് അധികം ക്യാഷൊക്കെ വേണ്ടി വരില്ലേ? അത് പറയാൻ വേണ്ടിയിട്ടാണ് അങ്കിൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല എന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ?
രവിയപ്പോൾ ഇങ്ങനെ ശ്രുതിയെ നോക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങളൊരു ലോൺ എടുക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിപ്പോൾ ലോൺ എടുക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടിയൊക്കെ ഈടായിട്ട് വെക്കണ്ടേ? അതെ അച്ഛാ, ഈ വീടിൻ്റെ ആധാരം തൽക്കാലത്തേക്കിനൊന്ന് തന്നാൽ ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ഉടനെ ഡെവലപ്പ് ആവും. ശ്രുതിക്ക് നല്ല ക്യാഷൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ ഉടനെ തന്നെ ആധാരം തിരിച്ചെടുത്ത് തരാം. അതുവരേക്കും ഞങ്ങൾക്കൊന്ന് തരുമെന്ന് ചോദിക്കുകയാണെ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രവി അങ്ങ് ഷോക്കായി പോകുന്നുണ്ട്. എപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, എന്താ നീ പറഞ്ഞത്? ഈ വീടിന്റെ ആധാരമോ? നിനക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നി? ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അധ്വാനിച്ച് എൻ്റെ വിയർപ്പ് ചോര നീരാക്കിയത് മുഴുവൻ നീ കൊണ്ടുപോയി തൊലച്ചിട്ട് വന്നവനാണ്. ഇതിപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കയ്യിൽ വളയം പിടിച്ച് അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് ഈ വീട്. ഈ വീടും കൂടിയിട്ട് നിനക്കിനെ കൊണ്ട് നശിപ്പിക്കണോന്നൊക്കെ ചോദിച്ചിട്ട് രവി ഇങ്ങനെ ഒച്ചയിടുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ വെച്ചാ എന്താ ഇവിടെ ഒരു പുതിയ പ്രശ്നം? ഈ ഓടിപ്പോയവനും ഈ ഫ്രോഡ് ഏട്ടത്തിയും കൂടി ഇപ്പോൾ അച്ഛനെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് സച്ചി ദേഷ്യത്തോടു കൂടിയാണ് കയറി വരുന്നത്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, എടാ നീ സമാധാനപ്പെട്, പ്രശ്നമൊന്നുമില്ല. ഇവരെന്തോ ഒരു കാര്യം എൻ്റെ അടുത്ത് പറയാൻ വേണ്ടി വന്നതാ. എന്തായാലും നീയും കൂടി ഇപ്പൊ വന്നത് നന്നായി. എന്താ അച്ഛാ, എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് സുധീരെ നേരെ ദേഷ്യപ്പെട്ട് ചെല്ലുകയാണേ. രവി അപ്പോൾ പറയുന്നുണ്ട്, മോനെ സച്ചി, നീ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. നീ പറയുന്നതൊന്ന് സമാധാനമായിട്ട് കേക്ക്. ഇപ്പോൾ അതിനെന്താ അച്ഛാ, ഞാൻ ദേഷ്യപ്പെടുന്നൊന്നുമില്ല. എന്താ കാര്യം അച്ഛാ? അത് മോനെ, ഇവർക്ക് ഉടനെ തന്നെ ഒരു വീട് പണിയണമെന്ന്, അതിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാനായിട്ട് ഈ വീടിൻ്റെ ആധാരം ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നതെന്ന് പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ. എന്താ നീ പറഞ്ഞത്? നിനക്ക് ഈ വീടിൻ്റെ ആധാരം തന്നെ വേണോ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, സച്ചി നീ ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് ഇടപെടണ്ട, ഞാൻ അച്ഛനോടാണ് സംസാരിക്കുന്നതെന്ന്. എന്നാൽ സച്ചി വീണ്ടും അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, എന്തായാലും കൊള്ളാം, ഒരു കുടുംബത്തിലെ നേരേശുവിന് ചെലവിന് കൊടുക്കാൻ പോലും നിന്നെ കൊണ്ട് കഴിയുന്നില്ല. നീ ഈ പൗഡർ ഏട്ടത്തിയുടെ കാരണം കൊണ്ട് മാത്രമാണ് ജീവിച്ചു പോകുന്നത്. എന്നിട്ടിപ്പോൾ ഇനി നീ ഒരു സ്വന്തമായിട്ടൊരു വീടും കൂടി വെക്കാൻ പോകുന്നതും എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പുച്ഛിച്ച് ചിരിക്കുകയാണ്. എന്നാൽ ശ്രുതിക്കും ഇത് കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. സച്ചി, ആവശ്യമില്ലാതെ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുത്, ഞങ്ങൾ അങ്കിളിനോടാണ് സംസാരിക്കുന്നതെന്ന്. എന്നാൽ രവി പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ പറയരുത്. ഈ വീടിൻ്റെ ആധാരത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ മാത്രം ഒരു തീരുമാനം പറയാൻ പറ്റില്ല. അതിന് ചന്ദ്രയും സച്ചിയും ശ്രീകാന്തും ഒക്കെ അതിന് ഉത്തരം മൂളിയാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. കാരണം ഈ വീട് എല്ലാവർക്കും കൂടിയിട്ട് അവകാശപ്പെട്ടാന്ന് രവി തീർത്ത് പറയുന്നുണ്ട്. സച്ചി അപ്പോൾ പറയുന്നുണ്ട്, അതെ, എന്തായാലും ഇതിന് ഞാൻ സമ്മതിക്കുകയല്ല. ഈ വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടതാണ്. പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ്റെ ചോര നീരായതാണ്. ഇതൊരിക്കലും കൊണ്ടുപോയി നശിപ്പിക്കാനായിട്ട് നിനക്ക് ഞാൻ തരില്ല എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയുന്നിട്ടു, ശരി, നിങ്ങൾക്ക് ആർക്ക് സമ്മതം അല്ലെങ്കിൽ എൻ്റെ ഷെയറിങ് തന്നേര്, ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ശ്രുതിയും കൂട്ടിയിട്ട് മാറിപ്പോയി സമാധാനമായിട്ട് ജീവിച്ചോളാം. നീ ഈ ഉള്ള വീട്ടിൽ എനിക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രവിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. കാരണം സഹോദരങ്ങൾ തമ്മിലടിക്കാൻ പോവുകയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് രവി പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക, നമുക്ക് ആലോചിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമല്ലോ എന്ന്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, എടാ നീ എന്താ പറഞ്ഞത്? നിനക്ക് ഷെയർ വേണമെന്നോ? അതിന് നീ വല്ലതും സമ്പാദിച്ച് ഇവിടെ ഇട്ടിട്ടുണ്ടോ നിനക്ക് ഷെയർ തരാനായിട്ട്? ആദ്യം നീ നേരെ ജോയിന് ഉള്ള ബിസിനസ് ഒന്ന് ചെയ്യാൻ നോക്ക്, അതിനുശേഷം വലിയ മണിമാളികയൊക്കെ പണിയാം എന്നൊക്കെ പറഞ്ഞ് സച്ചി ശ്രുതിയെ ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചി, ഞങ്ങൾ സംസാരിക്കുന്നത് ശ്രുതിയുടെ അച്ഛനോടാണ്. അപ്പോൾ അങ്കിളുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സച്ചിയോട് ആരും അഭിപ്രായം ചോദിച്ചില്ലേ? നീ ഒന്ന് മിണ്ടാതിരിക്കുന്നു പറഞ്ഞ് ശ്രുതി സച്ചിയുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് രവിയോടായിട്ട് ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ, ശ്രുതി ചോദിച്ചതിനകത്ത് എന്താണ് തെറ്റ്? ഞങ്ങൾ കൊണ്ടുപോയി നശിപ്പിക്കാനൊന്നുമല്ലല്ലോ, ഞങ്ങളൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ ഷെയർ അല്ലേ ചോദിച്ചത്, അതിപ്പോ എന്താ തെറ്റെന്ന് ചോദിക്കണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ദേ പൗഡർ ഏട്ടത്തി, ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് ഇടപെടണ്ട. പിന്നെ നീ പറഞ്ഞല്ലോ ഇത് അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നമാണെന്ന്, എന്നാൽ അതങ്ങനെയല്ല, ഇത് ഞങ്ങൾ മക്കളെല്ലാവരും കൂടിയിട്ട് അഭിപ്രായം പറയേണ്ട കാര്യമാണെന്നും പറഞ്ഞിട്ട് സച്ചി നന്നായിട്ട് ശ്രുതിക്കിട്ട് കൊടുക്കുന്നുണ്ട്. ശ്രുതി ആ സമയം മിണ്ടാതെ അവിടെ അങ്ങ് നിൽക്കുകയാണ്.
ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രയും അങ്ങോട്ടേക്ക് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. കാരണം സുധിയാണ് തന്നെ നോക്കുക എന്നും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെന്നൊക്കെ ചിന്തിച്ച് വെച്ചിരിക്കുകയാണല്ലോ. എന്നാൽ സുധി പറയുന്നത് ഇപ്പോൾ എനിക്കും ശ്രുതിക്കും തനിയെ പോയി ജീവിക്കണമെന്നാണല്ലോ. അത് കേട്ടിട്ട് തന്നെ നമ്മുടെ ഷോക്കായി നിൽക്കുകയാണ് ചന്ദ്ര, ഒരു മറുപടി പോലും പറയാൻ നിൽക്കാതെ. എന്നാൽ ഈ സമയം രവിയാണെങ്കിൽ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് അവിടോട്ട് പോയി ഇരുന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കാലശേഷം വരെ എൻ്റെ മക്കളെല്ലാവരും സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ തന്നെ ജീവിക്കണമെന്നാണ്. എന്നാൽ എൻ്റെ ആഗ്രഹം പോലൊന്നും അല്ലല്ലോ ഇപ്പം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇത് തമാശയല്ല, ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിച്ച് തരികയില്ല. ഇവന് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവൻ കൊണ്ടുപോയി നശിപ്പിച്ചതല്ലാതെ ഇവൻ എന്തെങ്കിലും ഗതി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണേ. രേവതിയും ഈ സമയം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ സച്ചിയേട്ടാ ഇവിടെ ഒരു പ്രശ്നം? അല്ല ഇവനിപ്പോഴേ ഇവരുടെ വീതം വേണമെന്ന്. ഇതേക്കുമ്പോൾ രേവതി അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്താ സച്ചിയേട്ടാ പറയുന്നത്? ഇവരിവിടെ നിന്ന് മാറി താമസിക്കാനാണോ? ആ പൗഡർ ഏട്ടത്തേക്കും ശ്രുതിക്കും ഇപ്പോൾ ഇവനും ഉണ്ടല്ലോ സ്വന്തമായിട്ടൊരു വീട് വെച്ചിട്ട് പോയി സന്തോഷമായിട്ട് ജീവിക്കണോ അത്ര. ഇവന് അമ്മയും നമ്മളും ഒക്കെ ഇപ്പോൾ ഒരു ശല്യമായി തോന്നിയെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, സച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. അപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞാൽ മാറി താമസിക്കുക എന്നുള്ളത് പുതിയതായിട്ടൊന്നും ചെയ്യുന്ന കാര്യമല്ലല്ലോ. പിന്നെ ഞങ്ങൾ ഇവിടെ വേറെ ആരോടും നിങ്ങളുടെ പൈസയൊന്നും ചോദിച്ചില്ല, ശ്രുതിയുടെ ഷെയർ ആണ് ചോദിച്ചതെന്ന് പറയാനേ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അല്ല പൗഡർ ഏട്ടത്തി, ഈ സുധീയുടെ ഷെയർ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്കൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ വലിയ മലേഷ്യയിലെ കോടീശ്വരൻ്റെ മകളല്ലേ, ഈ വീട് വിറ്റിട്ട് അതിൻ്റെ ഷെയർ മേടിച്ച് വീട് വെക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്കൊരു വീട് വെക്കണമെങ്കിൽ നിങ്ങളുടെ അച്ഛനോടങ്ങ് വിളിച്ച് പറഞ്ഞാൽ പോരെന്ന് ചോദിക്കണേ. ഇത് കേട്ട് നമ്മുടെ ശ്രുതി ആകെ ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ. ഈശ്വര, തിരിച്ച് വീണ്ടും എൻ്റെ തലയിലേക്കാണല്ലോ ഇതെല്ലാം കൂടി വരുന്നതെന്നൊക്കെ ചിന്തിച്ചിട്ട് ശ്രുതി ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഈ സമയമാണ് നമ്മുടെ ചന്ദ്രമതിയും അങ്ങോട്ടേക്ക് വരുന്നത്. അത് ശരിയാണല്ലോ ശ്രുതി, കാരണം ചന്ദ്രമതിക്ക് ആ വീട് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലല്ലോ. അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ സച്ചി, നീ കൂടുതലൊന്നും പറയണ്ട. ഇപ്പോ ശ്രുതി വിചാരിച്ചാലേ 1 അല്ല 9 വീട് വരെ പണിയാനായിട്ട് കഴിയും അല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ ഇങ്ങനെ പുകഴ്ത്തുന്നുണ്ട്. ശ്രുതി, നീ നിന്റെ അച്ഛനോട് വിളിച്ച് പറ നിങ്ങൾക്ക് നല്ലൊരു ബംഗ്ലാവ് വെച്ച് തരാന്, എന്നിട്ടേ ഇവനൊക്കെ നോക്കി കണ്ണു തള്ളി നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര സംസാരിക്കുന്നുണ്ട്. ഈ സമയം ശ്രുതിയും പറയുന്നുണ്ട്, അതേ ശ്രുതി, നമുക്കേ ഇവരുടെ ഒന്നും ഒരു കാലും പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശ്രുതി അച്ഛനെ വിളിക്കുന്നു പറയാനേ. അപ്പോഴേക്കും അത് ശ്രുതി ഇപ്പോൾ വിളിച്ച അച്ഛനെ വിളിച്ചാൽ കിട്ടില്ലല്ലോ, അച്ഛൻ്റെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്നാൽ ചന്ദ്രമതിയും പറയുന്നുണ്ട്, നീ ഇത്രയും നാള് പറഞ്ഞുകൊണ്ടിരുന്ന പോലെയല്ല, നിനക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു രൂപ പോലും തന്നിട്ടില്ലല്ലോ. അത് ആൻറ്റി തന്നിട്ടില്ലെന്നോ? ഇപ്പോൾ എനിക്ക് ബിസിനസ്സിനായിട്ട് ഓൾറെഡി അച്ഛൻ കുറച്ച് പൈസ തന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാ ചോദിക്കുക? നിന്റെ അച്ഛന് അതൊക്കെ നിസ്സാരമല്ലേ. പിന്നെ സ്വന്തം മോക്ക് ഒരു വീട് വാങ്ങിക്കാനാന്ന് പറയുമ്പോൾ കോടീശ്വരനായ അച്ഛനെ എങ്ങനെയാ തരാതിരിക്കുക? മോള് വിളിക്ക്, ഞാൻ സംസാരിക്കാന്ന് പറയാനേ. അത് അച്ഛന് ഇപ്പൊ കോൾ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ എന്നാ സച്ചി പറയുന്നുണ്ട്, പൗഡർ ഏട്ടത്തി എല്ലാ കാര്യങ്ങളും പൗഡർ ഏട്ടത്തിയുടെ ഇളയച്ചനോടല്ലേ സംസാരിക്കാറ്, അപ്പൊ ഇളയച്ചനെ വിളിച്ചിട്ട് സംസാരിക്കാന്ന് പറയാണ്. എന്നാൽ ചന്ദ്രമതിയും ശ്രുതിയും കൂടിയിട്ട് ശ്രുതിയെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുകയാണ്. അതേ ശ്രുതി, വിളിക്ക്, ഇളയച്ചനെ വിളിച്ചിട്ട് നമുക്ക് പറയാന്നൊക്കെ പറയാണ്. ചന്ദ്രമതിയും പറയാണ്, അതേ മോളെ, ഇവന്റെ മുമ്പിൽ എന്തായാലും നമുക്ക് തല നിവർത്തി നടക്കണം. മോളെ ഇളയച്ചനെ വിളിച്ചിട്ട് കാര്യം പറ, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫ്ലാറ്റ് വേണമെങ്കിലും വാങ്ങിക്കാവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതിയെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്താ ചെയ്യാന്ന് പോലും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണല്ലേ. ചന്ദ്രമതി പറയുന്നുണ്ട്, മോളെ ഒരു കാര്യം ചെയ്യ്, നീ ആ ഫോൺ എടുത്തിട്ട് നമ്പർ അടിച്ചിങ്ങിതാ, ഞാൻ സംസാരിക്കാം നിന്റെ അങ്കിളിനോടെന്നൊക്കെ പറയാണേ. എന്നാൽ ശ്രുതിയാണെങ്കിൽ ഇവരിവിടെ നിന്ന് വിട്ടുപോകുന്ന ലക്ഷണമില്ലെന്നും മനസ്സിലാക്കുന്നുണ്ട്. സച്ചിയും പറയുന്നുണ്ട്, പൗഡർ ഏട്ടത്തി എന്താ ആലോചിക്കുന്നത്, കോള് വിളിക്കുക, എന്നിട്ട് നമുക്കറിയാമല്ലോ എന്നേ. രവിയും പറയുന്നുണ്ട്, മോളെ എന്താണേലും പ്രശ്നങ്ങൾ നമുക്ക് സംസാരിച്ച് തീർക്കാം, അതിനു മുമ്പ് മോളെ അങ്കിളിനെ ഒന്ന് വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശ്രുതിയെ എല്ലാവരും ഇങ്ങനെ വട്ടം നിൽക്കുകയാണല്ലോ, കോള് ചെയ്യാതെ കാര്യമില്ലെന്ന്, അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി എല്ലാം അറിയാവുന്ന മീരയാണല്ലോ, അങ്ങനെ മീരയ്ക്ക് തന്നെ കോള് വിടുകയാണ്. കാരണം അങ്കിളാണെന്നും പറഞ്ഞ് സംസാരിക്കാമല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ കോള് എടുത്തതിന് ശേഷം, ഹലോ അങ്കിൾ, ഞാൻ ശ്രുതിയാണ്,
എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാനേ അങ്കിൾ എനിക്ക് കുറച്ച് ക്യാഷ് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. അപ്പോൾ എന്തിനാ അവിടുന്ന് ക്യാഷ് എന്നൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഇത്രയും രൂപ നിനക്ക് ഉടനെ തന്നെ തന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ശ്രുതി ആൻസർ പറയുന്നുണ്ട്. അങ്കിൾ അത് ബിസിനസ്സിന് വേണ്ടിയിട്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ എനിക്ക് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയാനേ. ഇതേക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, ഇപ്പം കിട്ടുമെന്ന് ഓർത്തിട്ട്. എന്നാൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ ഉടനെ ക്യാഷ് ഒന്നും തരാൻ പറ്റില്ല, നിന്റെ അച്ഛൻ പുറത്തിറങ്ങിയതിന് ശേഷമേ തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുക. ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, അയ്യോ അങ്കിൾ അങ്ങനെ പറയരുത്, എനിക്കിപ്പോൾ അർജന്റ് ആയിരുന്നു എന്നേ, അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ നോക്കുകയാണ്. ഈ സമയം ശ്രുതിയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഫോൺ അങ്ങ് താഴേക്ക് വീഴുന്നുണ്ട്. എന്നാൽ നമ്മുടെ വർഷയാണ് ആ ഫോൺ ഓടി വന്ന് അങ്ങ് എടുക്കുന്നത്. അങ്ങനെ വർഷ ആ ഫോണിൽ നോക്കുമ്പോഴേക്കും കോള് വന്നിരിക്കുന്നത് മീര എന്ന നമ്പറാണല്ലോ. ശ്രുതി ചേച്ചി ഇപ്പോൾ ആരോടാ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന? അങ്കിളെന്ന് പറഞ്ഞിട്ട് ഇത് മീര എന്നാണല്ലോ സേവ് ചെയ്തിരിക്കുന്നത്. ഈ മീര എന്ന് പറയുന്നത് ശ്രുതി ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിലുള്ള ഒരു സ്റ്റാഫാണല്ലോ. പിന്നിപ്പോൾ ഇതെന്താ എന്നൊക്കെ ചോദിക്കണേ. പെട്ടെന്ന് തന്നെ ശ്രുതി ഫോൺ അങ്ങ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങോട്ട് തന്നെ വർഷ ഇത് ഞാൻ അങ്കിളിനെ തന്നെയാണ് വിളിച്ചതെന്ന് പറയാനേ. ഞാൻ കണ്ടതാ ശ്രുതി ചേച്ചി, അത് കോളിലിരുന്നത് മീര തന്നെയാണെന്ന്. ഈ സമയം മീര കോള് കട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. എന്നാൽ ചന്ദ്ര വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി പറയുന്നത്? നീ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നോ? നീ കോൾ ചെയ്തത് അങ്കിളിനല്ലേന്ന് ചോദിക്കണേ. അത് ആൻറ്റി ഞാൻ അങ്കിളിന് തന്നെയാണ് കോൾ ചെയ്തത്, എന്നാൽ ഞാൻ വേറെ ആരുമല്ല, വർഷയ്ക്ക് തോന്നിയതായിരിക്കും എന്ന് പറയാനേ. എന്നാൽ വർഷ പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി എൻ്റെ കണ്ണിന് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ കോൾ എടുത്തപ്പോൾ കണ്ടതാണ്. ശ്രുതി ചേച്ചി അതിനകത്ത് മീരയെന്ന് സേവ് ചെയ്തിരുന്നു. അത് ചിലപ്പോൾ താഴെ പോയപ്പോൾ മീരയ്ക്ക് കോള് പോയതായിരിക്കും, ഡയലിനകത്ത് മീരയുടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ വർഷയല്ലേ വിട്ടുകൊടുക്കുവോ? ശ്രുതി ചേച്ചി താഴെ പോയ ഉടനെ കോള് പോകുന്നൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, കാരണം കോള് കട്ടായിട്ട് പോലും ഇല്ലല്ലോ, അത് മീരയ്ക്ക് തന്നെയാണ് വിളിച്ചതെന്നൊക്കെ വർഷ ഇങ്ങനെ ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. ശ്രുതിയുടെ ഈ വെപ്രാളമൊക്കെ കാണുമ്പോൾ സച്ചിക്കിൻ്റെ ഏതെങ്കിലും വല്ലാതെ സംശയം തോന്നുന്നുണ്ട് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, അതെ പാർലറായിട്ടത്തെ അങ്കിളിനെ വിളിച്ചതാണെങ്കിൽ പിന്നെ ഇത്രയും അങ്ങ് വല്ലാണ്ട് അങ്ങ് വിയർക്കുന്നുണ്ടല്ലോ, ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ, എന്താ പാർലറായിട്ടത്തെ ഫോൺ ഇങ്ങോട്ട് കാണിച്ച് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ദേ സച്ചി ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് ഇടപെടേണ്ട, ഇതെൻ്റെ പേഴ്സണൽ മാറ്ററാണ്, ഞാൻ അങ്കിളിനെ തന്നെയാണ് വിളിച്ചതെന്ന് പറഞ്ഞില്ലേ, എങ്കിൽ പിന്നെ അങ്കിളിനോട് ക്യാഷ് ചോദിച്ചില്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്. ആൻറ്റി ഞാൻ ക്യാഷ് ചോദിച്ചതാ, ഇപ്പോൾ അങ്കിളുടെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലെന്നാ പറയുന്നത്, അച്ഛൻ പുറത്തിറങ്ങിയാൽ ഉടനെ ക്യാഷ് തരാം. ശ്രുതി നീ ഇത് കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് തൊട്ട് നീ എന്നെ പറഞ്ഞു പറ്റിക്കുന്നതാണ്, ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, നീ അങ്കിളിനെ തന്നെയാണ് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വർഷ പറയുന്നുണ്ട്, ആൻറ്റി ഈ ശ്രുതി ചേച്ചി എന്തൊക്കെയോ ഉടായ്പ കാണിക്കുന്നതാണ്, ഞാൻ കണ്ടതാണ്, ശ്രുതി ചേച്ചി മീരയ്ക്കാണ് കോൾ ചെയ്തതെന്ന് പറയാന്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ആ മീരനെ നേരിട്ട് ഇങ്ങ് കൊണ്ടുവന്നാലേ ഈ പാർലറായിട്ടത്തെ കള്ളത്തരങ്ങളും മുഴുവൻ പൊളിയല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇത്, നീ ഇളയച്ചിനെ അല്ല വിളിച്ചത്, ശ്രുതി നീയെങ്കിലും എന്നെ വിശ്വസിക്കുക, ഞാൻ വിളിച്ചതാ, പിന്നെ മീരയ്ക്ക് കോള് പോയത് എങ്ങനെയാ, അതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെടുകയാണേ. സുധിയപ്പം മിണ്ടാതെ പോയിട്ട് എന്താന്ന് പോലും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ചന്ദ്രമതി വിടുവോ? ശ്രുതി നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, നീ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ഇത്രയും നാള് അച്ഛൻ വരുമെന്നും പറഞ്ഞിരുന്നിട്ട് അച്ഛൻ ഇപ്പോൾ ജയിലിലാണത്രേ, എന്നാൽ ക്യാഷ് വരുമെന്ന് ഓർത്തിട്ട് അതുപോലും ഇല്ല, ഇപ്പൊ തന്നെ നിന്റെ അങ്കിളിനെ വിളിക്കെന്നും പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചാന്നും പറഞ്ഞിട്ട് ഉറച്ചങ്ങ് നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അതെ അവിടെ നിൽക്കട്ടെ, ഞാൻ പോയിട്ട് മീരെ കൂട്ടിയിട്ട് വരാന്നേ. അങ്ങനെ സച്ചി പോകുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് മീര ഇപ്പോൾ പാർലറിലില്ല, അവൾ വേറെ പുറത്തെവിടെയോ പോയേക്കുക, എവിടെയാണെങ്കിലും മീരെ കണ്ടെത്തുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും മീരേനെ കാര്യം അറിയിക്കണമല്ലോ, അതിനായിട്ട് ശ്രുതി അവിടെ നിന്നും വലിയാൻ പോകുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രുതി അവിടെ നിന്നേ, ഇവിടെ നിന്നാ മതി, സച്ചി പോയിട്ട് വരട്ടെ. ഇങ്ങനെ കോള് പതുക്കെ ഇങ്ങനെ വിളിക്കാൻ പോകുമ്പോഴേക്കും ചന്ദ്രമതി ആണെങ്കിൽ ആ ഫോണിങ് ശ്രുതിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി ആകെ പെട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യുന്നു പോലും അറിയാൻ വയ്യല്ലോ. എന്നാൽ രവി പറയുന്നുണ്ട്, ശ്രുതി എന്താ സത്യം എന്ന് വെച്ചാൽ പറഞ്ഞേരെ, പിന്നെ ക്യാഷിന്റെ കാര്യം, ഇവിടെ നിങ്ങളുടെ വീട്ടിലെ പണം കണ്ടിട്ടൊന്നുമല്ല ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്, നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ നിങ്ങളുടെ അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞേ ഉള്ളൂ, എന്തായാലും അതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം വേണ്ട. എന്നാൽ സത്യങ്ങൾ മറച്ചു വെക്കുന്നത് ഈ വീട്ടിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല.
എന്താ എന്താ സംഭവം? നീ അങ്കിളിനെ വിളിക്കുന്നതിന് പകരം മീരയെ വിളിച്ച് ഇവരെ കബളിപ്പിച്ച് എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശ്രുതി മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്കിൾ, ഞാൻ മീരേനെ വിളിച്ചത് എന്നാ വർഷ പറയുന്നുണ്ട്. ശ്രുതി ചേച്ചി വീണ്ടും വീണ്ടും കള്ളത്തരം പറയരുത്. രേവതി ചേച്ചിയോട് പറഞ്ഞു പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ കണ്ടതാണ് നിങ്ങൾ മീരെ തന്നെ വിളിച്ച. അപ്പൊ ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ. എന്തായാലും സച്ചിയേട്ടൻ പോയി മീരെ കൊണ്ടുവരട്ടെ, അപ്പൊ സത്യം അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. എന്നാൽ ശ്രീകാന്ത് പറയുന്നുണ്ട്, സുധിയേട്ടൻ മാത്രമാണ് ഇങ്ങനെ ഫ്രോഡ് തരങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. ഇപ്പോൾ ഏട്ടത്തി ഇങ്ങനെയാണോ? ശ്രീകാന്തെ, അല്ല, ഞാൻ പറയുന്നത് സത്യമാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം നമ്മുടെ സച്ചി നേരെ ചെല്ലുന്നത് ബ്യൂട്ടി പാർലറിലാണ്. കറക്റ്റ് മീര അവിടെ തന്നെ ഉണ്ടല്ലോ. സച്ചിയെ കാണുന്നതും പെട്ടെന്ന് തന്നെ അങ്ങ് ഷോക്കായി പോവാണേ. യോ, ഇവനെന്താ ഇപ്പൊ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ദേ പാർലർ ഏട്ടത്തി ഉടനെ തന്നെ മീരയും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു എന്ന് പറയണേ. എന്താ പ്രശ്നം? എന്താ? ഒന്നുമില്ല, പാർലർ ഏട്ടത്തേക്ക് എന്തോ ഒരു അർജന്റിനാണ്. പെട്ടെന്ന് തന്നെ അപ്പോൾ അവൾ എന്നെ വിളിച്ചില്ലല്ലോ, വിളിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല, എന്തോ ക്രിട്ടിക്കലാണ് എന്ന് പറഞ്ഞിട്ട്, സുഖമില്ലാത്ത എന്തോ ആണ് എന്നും പറഞ്ഞിട്ട് നിങ്ങളെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു എന്നും പറഞ്ഞ് പറയാം. എന്നാൽ മീരയ്ക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവന് എന്തെങ്കിലും പ്രശ്നമായോ വീട്ടില്, ഇനി ഞാനും കൂടെ പെടുവോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്താ ആലോചിച്ച് നിൽക്കാനൊന്നും സമയമില്ല. പെട്ടെന്ന് വണ്ടിയിൽ കയറുന്ന സച്ചി ധൃതി പിടിക്കുന്നുണ്ടേ. അവര് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മീര കേട്ടതാണല്ലോ ഇങ്ങനെ ആരാ ചോദിക്കുന്നതെന്നൊക്കെ. എന്നാൽ അത് കണ്ടിട്ട് ചെറിയൊരു ടെൻഷനും ഉണ്ട്. അങ്ങനെ മീര ആ കൂടെ വണ്ടിയിൽ കയറി പോകുന്നുണ്ടേ. സച്ചി ഇങ്ങനെ നോക്കുന്ന സമയത്ത് മീര വല്ലാണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണല്ലോ. എന്താ മീര, നിങ്ങൾക്ക് വല്ല ടെൻഷനും ഉണ്ടോ? പേടിക്കൊന്നും വേണ്ട, ഏട്ടത്തിക്ക് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല, പിന്നെ എന്തോ ചെറിയൊരു വയ്യാഴിക എന്ന് പറയാനേ. എന്നാൽ നമ്മുടെ മീരയ്ക്ക് കാര്യങ്ങൾ എന്തൊക്കെയോ പിടികിട്ടുന്നുണ്ട്. അങ്ങനെ നേരെ ചെല്ലുന്നത് ചന്ദ്രോദയത്തിലേക്കാണ്. മീരയെ കാണുന്നതും ശ്രുതി ആകെ ഷോക്കായി പോവാണ് കേട്ടോ. ഇവളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നല്ലോ എന്ന് ഓർത്തിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ മീരയും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും പിടിക്കപ്പെട്ടു എന്നുള്ളത് മീരയും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മീരയെ കാണുന്നതും നമ്മുടെ ശ്രുതി ഇങ്ങനെ കണ്ണൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി ഇവരുടെ മുഖത്തേക്ക് തന്നെയാണ് കേട്ടോ നോക്കിയിരിക്കുന്നത്. അപ്പോൾ മീരയ്ക്ക് ഒന്നും ചെയ്യാൻ വയ്യ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, മോളെ ഇപ്പം ശ്രുതി മോളെ വിളിച്ചിരുന്നു ഒന്ന് ചോദിക്കുമ്പോൾ ഇല്ല, വിളിച്ചില്ല എന്ന് പറയുകയാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് ഞാൻ പാർലറിൽ വന്നപ്പോൾ നിങ്ങൾ ഇപ്പോൾ ശ്രുതി വിളിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ? വിളിച്ചിരുന്നു. അത് ശ്രുതിയുടെ അങ്കിള് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് എന്നെ വിളിച്ചെന്ന് പറയുകയാണേ. എന്നാ പെട്ടെന്ന് എന്നെ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതിയുടെ അങ്കിൾ ഇപ്പൊ വിളിച്ചു എന്ന് മീര എങ്ങനെ അറിഞ്ഞത്? മീര പാർലറിലല്ലായിരുന്നോ? ഈ ഒറ്റ ചോദ്യത്തോട് കൂടിയിട്ട് അവിടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയാണ് കേട്ടോ. മീര പറയുന്നത്, അല്ലല്ല, അവൾ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, അങ്കിൾ വിളിച്ചിരുന്നു എന്നും പറഞ്ഞിട്ട്, എന്തോ ക്യാഷ് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതല്ലേ എന്ന് ചോദിക്കാനേ. എന്നാ വർഷ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടും ബാക്കി റിപ്ലൈ തരാനും ആന്റിയുടെ കയ്യിലായിരുന്നല്ലോ ശ്രുതി ചേച്ചിയുടെ ഫോണ്. പിന്നെ എങ്ങനെയാ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്? അങ്കിൾ, ആന്റി, ഞാൻ പറഞ്ഞതല്ലേ, ഈ ശ്രുതി ചേച്ചി വിളിച്ചത് ഈ മീരയെ തന്നെയാ, അങ്കിളാണെന്നും പറഞ്ഞിട്ട് സംസാരിച്ചതും ഇവരോട് തന്നെയാ. എന്നിട്ട് എല്ലാവരെയും പൊട്ടന്മാരാക്കുക ഇവർ രണ്ടുപേരും കൂടിയിട്ട്. അപ്പൊ ഇതിലെന്തോ വലിയ കള്ളത്തരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നൊക്കെ വർഷയും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രമതിയാണ് നേരെ അങ്ങോട്ട് വരുന്നത്. ദേ ശ്രുതി, സത്യം പറഞ്ഞോ? എന്താ ഇവളും നീയും കൂടിയിട്ടുള്ള കള്ളത്തരങ്ങൾ? നിന്റെ അങ്കിളിനെ വിളിക്കുവാന്നും പറഞ്ഞ് നീ എന്തിനാ ഇവളെ വിളിച്ചത്? സത്യം പറയടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങ് ഉറഞ്ഞു തുള്ളുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മീര അങ്ങ് പേടിച്ചു പോവാണ് കേട്ടോ. മീര ഇങ്ങനെ ശ്രുതിയുടെ അടുത്ത് നിന്നിട്ട് ചെവി പറയുന്നുണ്ട്, എടി നമുക്ക് സത്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്നൊക്കെ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ വേണ്ട ഇങ്ങനെ തലയൊക്കെ കാട്ടുന്നുണ്ടെങ്കിലും സച്ചി പറയുന്നുണ്ട്, ദേ പാർലർ എടുത്തിയോട് നിങ്ങളൊന്നും ചോദിക്കണ്ട, ഇപ്പൊ തന്നെ ഞാൻ പോലീസിനെ വിളിക്കും, സത്യം എന്തുവെന്ന് വെച്ചാൽ പറഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ട്. മീര ഇപ്പൊ പറയുന്നുണ്ട്, അയ്യോ പോലീസിനെ ഒന്നും വിളിക്കണ്ട, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ കാര്യമൊന്നുമല്ല, ഞാൻ എല്ലാ സത്യങ്ങളും പറയാന്ന് പറഞ്ഞ് മീര ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ് കേട്ടോ. കാരണം സച്ചിയെയും ചന്ദ്രമതിയെയും എല്ലാവരും കൂടെ കണ്ടിട്ട് നമ്മുടെ മീര ആകെ ടെൻഷൻ അടിച്ചിട്ട് സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമോ അതോ ഇനി പുതിയ കള്ളത്തരങ്ങൾ ഒപ്പിക്കുവോ എന്താന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാത്തിരിക്കും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.